ഹോർമസ് കടലിടുക്ക് ഉടൻ തുറക്കാൻ ഇറാന് പദ്ധതിയില്ല എന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനായി ഇറാൻ ഹോർമസ് കടലിടുക്ക് അടച്ചിടുന്നത് തുടർന്നേക്കാം എന്നാണ് ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ. ഇന്ധനവില ഉയർത്തി നിർത്താനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ഇന്റലിജൻസ് പറയുന്നു. ഇറാന്റെ സൈനിക കരുത്ത് ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് തുടങ്ങിയ ഈ യുദ്ധം യഥാർത്ഥത്തിൽ മേഖലയിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചേക്കാം എന്നതിന്റെ ഏറ്റവും പുതിയ സൂചന കൂടിയാണ് ഈ റിപ്പോർട്ടുകൾ നൽകുന്നത് എന്ന വിശകലനവുമുണ്ട്. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ അഞ്ചിലൊന്ന് കടന്നുപോകുന്ന ഹോർമസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിലെ വെല്ലുവിളികളെ കുറച്ചു കാണിക്കാനാണ് ട്രംപ് ശ്രമിച്ചത്. എന്നാൽ കടലിടുക്കിന്റെ വലിയ ഭാഗം നിയന്ത്രിക്കുന്ന ഇറാന് നേരെ സൈനിക ബലം പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത് വലിയ വില നൽകേണ്ടി വരുന്ന കാര്യമാണെന്നും അത് അമേരിക്കയെ ദീർഘകാലം നീണ്ടുനിൽക്കുന്ന ഒരു കരയുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചേക്കാമെന്നും നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. കടലിടുക്ക് അടച്ചിടുന്നതിലൂടെ എണ്ണവില ഉയർത്തി അമേരിക്കയിൽ പണപ്പെരുപ്പം ഉണ്ടാക്കുകയാണ് ഇറാന്റെ ലക്ഷ്യമെന്നും അതുവഴി വരാനിരിക്കുന്ന മിഡ് ടേം തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയെ പരാജയപ്പെടുത്തലുമാണ് ഇറാന്റെ ലക്ഷ്യമെന്നും ചിലർ നിരീക്ഷിക്കുന്നുമുണ്ട്. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് തടയാനുള്ള ശ്രമത്തിനിടയിൽ അമേരിക്ക ഇറാന്റെ കൈകളിലേക്ക് വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു ആയുധമാണ് എത്തിച്ചു നൽകിയത്. ഇന്റർനാഷണൽ ക്രൈസിസ് ഗ്രൂപ്പിലെ ഇറാൻ പ്രോജക്ട് ഡയറക്ടർ ഇങ്ങനെയാണ് അതിനെ വിലയിരുത്തിയത്. ഹോർമസ് കടലിടുക്കിന്മേലുള്ള തങ്ങളുടെ നിയന്ത്രണത്തിലൂടെ ലോക ഊർജ്ജ വിപണിയെ സ്വാധീനിക്കാനുള്ള ഇറാന്റെ ശേഷി ഒരു ആണവായുധത്തെക്കാൾ എത്രയോ മടങ്ങ് ശക്തമാണെന്ന് ടെഹ്റാൻ മനസ്സിലാക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇറാൻ യുദ്ധം കടുപ്പിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ദുബായ് മറീന മേഖലയിലെ ഒരു കെട്ടിടത്തിന് മുകളിൽ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചതായി അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. UAE വ്യോമ പ്രതിരോധ സംവിധാനം ആകാശത്ത് വെച്ച് മിസൈൽ തകർത്തതിനെ തുടർന്നുണ്ടായ അവശിഷ്ടങ്ങളാണ് കെട്ടിടത്തിന്റെ മുൻഭാഗത്ത് പതിച്ചത്. സംഭവത്തിൽ ആർക്കും പരിക്കേൽക്കുകയോ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്ന് ദുബായ് ഗവൺമെന്റ് മീഡിയ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ദുബായ് മറീനയിൽ ഇതാദ്യമായല്ല ഇത്തരമൊരു സംഭവം നടക്കുന്നത്. മാർച്ചിൽ ഇതേ രീതിയിൽ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ച് ഒരു ടവറിന്റെ മുൻഭാഗത്തിന് ചെറിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. വിവരമറിഞ്ഞ ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും അധികൃതർ വ്യക്തമാക്കി. മേഖലയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ അതീവ ജാഗ്രതയിലുമാണ്. അതേസമയം അബുദാബിയിൽ കഴിഞ്ഞ ദിവസം രണ്ടിടത്ത് ഇറാന്റെ ആക്രമണം നടന്നിരുന്നു. ആക്രമണത്തിൽ ഹബ്ഷാൻ ഗ്യാസ് കേന്ദ്രത്തിന് തീപിടിച്ചു. കേന്ദ്രം പ്രവർത്തനം നിർത്തിവെച്ചു. അജുബാൻ മേഖലയിലും ആക്രമണമുണ്ടായി. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. UAE വ്യോമ പ്രതിരോധ സംവിധാനം ആകാശത്ത് വെച്ച് തകർത്ത മിസൈലിന്റെയോ ഡ്രോണിന്റെയോ അവശിഷ്ടങ്ങളാണ് പ്ലാന്റ് പരിസരത്ത് വീണതെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. അവശിഷ്ടങ്ങൾ പതിച്ചതിനെ തുടർന്ന് പ്ലാന്റിൽ ചെറിയ തോതിൽ തീപിടുത്തമുണ്ടായി. അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുമുണ്ട്. ഹബ്ഷാനു പുറമെ അബുദാബിയിലെ അജുബാൻ മേഖലയിലും വ്യോമ പ്രതിരോധ സംവിധാനം വെടിവെച്ചിട്ട മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചിട്ടുണ്ട്. ഇവിടെയും നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ഇറാൻ വെടിവെച്ചിട്ടത് അമേരിക്കയുടെ തകർക്കാനാകാത്ത ഈഗിളിനെ ആണെന്ന റിപ്പോർട്ടുകളും പുറത്തുണ്ട്. നഷ്ടം 927 കോടി രൂപയാണെന്നാണ് വ്യോമയാന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇറാനെതിരായ സൈനിക നടപടി അമേരിക്ക തുടരുന്നതിനിടെ 2 ദിവസത്തിനിടെ അമേരിക്കയുടെ 2 യുദ്ധവിമാനങ്ങളാണ് ഇറാൻ തകർത്തത്. ഇതിനു പുറമെ ഒന്നിലേറെ അമേരിക്കൻ ഹെലികോപ്റ്ററുകൾക്കും തകരാറുകളുണ്ടായി. 24 മണിക്കൂറിനുള്ളിൽ ഈഗിളിന്റെ വീഴ്ചയാണ് അമേരിക്കയ്ക്ക് കനത്ത പ്രഹരമായി മാറിയത്. മറ്റു പോർ വിമാനങ്ങളുടെ സുരക്ഷാ വലയത്തിൽ പറക്കുന്ന തകർക്കാനാകാത്തത് എന്ന് വിശേഷിക്കപ്പെടുന്ന ദീർഘദൂര ആക്രമണത്തിന് ഉപയോഗിക്കുന്ന ഈഗിളിന് 927 കോടി രൂപയോളം വരുമെന്നാണ് നിരീക്ഷണം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.